ഹലോ, അസ്സാം വലൈക്കും. അപ്പോൾ ഈ ഒരു മഴക്കാലത്ത് ചൂട് ചായയുടെ കൂടെ സെർവ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി കൂട്ടാൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ സിമ്പിളായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടും റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഐറ്റമാണ് കേട്ടോ ഇത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ബീഫാണ്. 1/2 കിലോ ബീഫ് നല്ല പോലെ കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം ഞാനൊരു കുക്കറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ വീതം മുളക് പൊടിയും മല്ലിപ്പൊടിയും ബീഫ് മസാലയും ചേർത്ത് കൊടുക്കാം. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തത് ഞാനൊരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മസാലപ്പൊടികളെല്ലാം തന്നെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഈ ഒരു ബീഫ് വെന്ത് കിട്ടാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഒരല്പം വെള്ളം കൂടി പോയാലൊന്നും കുഴപ്പമില്ല. അപ്പോൾ ഞാനിതിവിടെ ഒരു ഹൈ ഫ്ലെയിമിലിട്ടിട്ടാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചധികം വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഒരു 6-7 വിസിൽ വരുന്നത് വരെ നല്ല രീതിയിൽ തന്നെ ഒന്ന് വേവിച്ചിട്ടെടുക്കാം. അപ്പോൾ ആ ബീഫ് നമുക്ക് വേവിക്കാനായിട്ട് മാറ്റി വെക്കാം. ഇനി അടുത്തതായിട്ട് ഞാനിതിലേക്ക് എടുത്തിട്ടുള്ളത് ചക്കയാണ്. അപ്പോൾ ഈ ഒരു ചക്ക ഞാൻ 2 മാസം മുന്നേ ഫ്രീസറിൽ സ്റ്റോർ ചെയ്ത് വെച്ചതാണ്. അപ്പോൾ ഇതേ ഒരു രീതിയിൽ തന്നെ നമ്മൾ കുരുവൊക്കെ കളഞ്ഞ് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഫ്രീസറിൽ സൂക്ഷിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കാലം നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഞാനിത് ഫ്രീസ് ചെയ്ത് വെച്ചതുകൊണ്ട് തന്നെ കുറച്ച് നേരത്തെ തന്നെ ഞാൻ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ചക്കയൊക്കെ ഫുള്ളായിട്ട് കട്ടയൊക്കെ പോയി ഉടഞ്ഞു വന്നതിന് ശേഷമാണ് ഞാനിപ്പോൾ ഇവിടെ കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആ ഒരു സമയത്തിൻ്റെ ഉള്ളിൽ നമ്മുടെ ബീഫൊക്കെ നല്ല രീതിയിൽ തന്നെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല മസാലയുണ്ട്. അപ്പോൾ നല്ല മസാലയോട് കൂടെ തന്നെയാണ് നമ്മൾ ബീഫ് കുക്ക് ചെയ്തെടുക്കേണ്ടത്. ഇനി അടുത്തതായിട്ട് ഈ ഒരു ബീഫിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ചക്ക ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഫ്രീസ് ചെയ്ത് വെച്ചിട്ടുള്ള ചക്ക പുറത്തെടുക്കുന്ന സമയത്ത് കുറച്ച് ടൈം പുറത്ത് വയ്ക്കുമ്പോൾ നമുക്കൊരു അലിഞ്ഞ പോലെ ഫീൽ ചെയ്യും. പക്ഷേ നമ്മളത് കുക്ക് ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്ക് യാതൊരു കുഴപ്പമുണ്ടാവില്ല. നല്ല ഫ്രഷ് ആയിട്ട് നല്ല രീതിയിൽ തന്നെയാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ചക്ക മുഴുവനായിട്ട് കുക്കറിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ബീഫിൽ നമ്മൾ ഓൾറെഡി ഉപ്പ് ചേർത്തതാണ്. ഇനി ഈ ഒരു ചക്കയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി എല്ലാം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒരു 1.5 ഗ്ലാസ് വെള്ളമാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ബീഫിൽ കൂടുതൽ അളവിൽ വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ചക്കയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്ന വെള്ളത്തിൻ്റെ അളവ് കുറച്ചെടുത്താൽ മതി. ഇനി ഇത് 2 വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. ആ ഒരു സമയത്തിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഇതിലേക്ക് ചെറിയൊരു അരപ്പ് കൂടെ റെഡിയാക്കി എടുക്കാനുണ്ട്. അപ്പോൾ തേങ്ങയിലേക്ക് കുറച്ച് ചുവന്നുള്ളിയും വലിയ ജീരകവും കൂടെ ചേർത്ത് നല്ല രീതിയിൽ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചക്കയൊക്കെ നല്ല രീതിയിൽ തന്നെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ 2 വിസിലിനാണ് ഞാനിപ്പോൾ ഇവിടെ വേവിച്ചെടുത്തിട്ടുള്ളത്. ഇനി എല്ലാം കൂടി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞതിന് ശേഷം നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചക്ക ആദ്യം ഒന്ന് ഉടച്ചെടുത്തതിന് ശേഷം അരപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഈ തേങ്ങ അരച്ചെടുത്തുള്ള മിക്സി ജാറിലേക്ക് തന്നെ ഞാൻ കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നമ്മുടെ ചക്കയിലേക്ക് തന്നെ ഒന്ന് തിരിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചക്കയിൽ അത്യാവശ്യം വെള്ളം ഉണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ അത് ചൂടാറി വരുന്ന സമയത്ത് എങ്ങനെയായാലും കുറച്ചും കൂടെ ഒന്ന് തിക്കായിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ നല്ല രീതിയിൽ തന്നെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് തിളപ്പിച്ചിട്ടെടുക്കാം. അപ്പോൾ ഇത് തിളപ്പിച്ചെടുക്കുന്ന സമയത്ത് നമ്മൾ നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അടിയിൽ പിടിക്കും. അപ്പോൾ ചെറുതായിട്ട് തന്നെ ഒന്ന് തിളച്ച് വരുന്ന ആ ഒരു സമയത്ത് നമുക്കിതിനെ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് വെളിച്ചെണ്ണയിൽ കുറച്ച് ചുവന്നുള്ളിയും കറിവേപ്പിലയും വറ്റൽമുളകും കൂടെ താളിച്ച് നമ്മുടെ ഈ ഒരു ചക്കയിലേക്ക് ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ കൂട്ടാൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ സാധാരണ ചക്ക കൂട്ടാനൊക്കെ റെഡിയാക്കി എടുക്കുന്നതിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടാണ് നമ്മൾ ഈ ഒരു കൂട്ടാൻ ഉണ്ടാവുക. അപ്പോൾ ചക്കയും ബീഫും ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരു സീസൺ കഴിയുന്നതിൻ്റെ മുന്നേ തന്നെ ട്രൈ ചെയ്തോളി, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഈ ഒരു മഴക്കാലത്ത് ഈവനിങ്ങിലൊക്കെ നല്ല ചൂട് കട്ടൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഐറ്റമാണ്. അതുപോലെ തന്നെ ലഞ്ചിൻ്റെ കൂടെയൊക്കെ കഴിക്കാം. അപ്പോൾ ഈ ഒരു ഐറ്റം ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതുപോലെ സിമ്പിൾ റെസിപ്പീസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇതുപോലെ സിമ്പിളായിട്ട് വീട്ടിലുള്ള ചേരുവകൾ മാത്രം വെച്ചുകൊണ്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരുപാട് റെസിപ്പീസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് അതൊക്കെ ഒന്ന് പോയിട്ട് കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക.